വേഗം വേഗം. ഒന്ന് മാറിക്കും. നീ മാറി നിൽക്കേ, അവര് നോക്കട്ടെ. ശ്വാസം മുട്ടില്ല സാറേ, 1 മണിക്കൂറോളായി. ഡോക്ടർ BP 60/40 ഉള്ളൂ. സ്റ്റാർട്ട് ഓക്സിജൻ. ഓക്കെ ഡോക്ടർ. നീ സമാധാനായിട്ടിരിക്കേ, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഇടയ്ക്കിങ്ങനെ വരുമ്പോ ദേഹം അങ്ങ് നീല നിറമാകും. ഇത് പഴയ കടലാസുകളാ. മോക്ക് ഹാർട്ടിന് അസുഖമുണ്ട്. നോട്ട് ഫില്ലിംഗ് ഫോർ സർജറി. ഇതെന്താ ഇത്രയും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും നിങ്ങൾ മോൾക്ക് ഓപ്പറേഷൻ ചെയ്യാതിരുന്നത്? അത് പിന്നെ സാറേ, ഹാർട്ടിന്റെ ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോ തന്നെ സത്യം പറഞ്ഞ പേടിയാ. അതാ. അലി, യെസ്. സ്റ്റാർട്ട് നോർമൽ സാറേ. ഓക്കെ ഡോക്ടർ. ഓട്ടി, കാഷ്വാലിറ്റി ഡോക്ടർ രവി തരകൻ പോയോ? ഇല്ല സാർ. ഒന്ന് പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് വരാൻ പറയോ. ഒരു സിക്ക് പേഷ്യന്റ് ഉണ്ട്, കുട്ടിയാ. കുട്ടിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും ഉടനെ. ഒന്നും വേണ്ട സാറേ, എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്താൽ മതി, ഞങ്ങൾ പോയിക്കോളാം. മരുന്ന് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഓപ്പറേഷൻ തന്നെ വേണം. ഹാർട്ടിന്റെ ഓപ്പറേഷൻ അല്ലേ, അത് വേണ്ട സാറേ. ഞങ്ങൾക്ക് ഈ ഒന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് 6 കൊല്ലം മുമ്പ് എന്റെ ചേട്ടനെ ഇതുപോലെ ഒരു ഓപ്പറേഷൻ കയറ്റിയതാ. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് 3 ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞതാ. എന്നിട്ടും 2ാം പക്കം ആള് പോയി, അറിയോ? സജീവ്. യെസ്. കിടന്ന് കാറാതെ മിണ്ടാകടി. കുട്ടിയുടെ പേരൻസിനെ കൂട്ടിക്കൊണ്ട് ഡ്യൂട്ടി റൂമിലേക്ക് വരും. ഓക്കെ. പേരൻസിനെ മാത്രം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിക്ക് സീരിയസ് ആണ്. ഓപ്പറേഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. സർ, ഓപ്പറേഷൻ ചെയ്ത എന്റെ മോള് രക്ഷപ്പെടും. അത് പറ സാറേ, ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടുന്ന ഗ്യാരണ്ടി ഉണ്ടോ? ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. ചെയ്താൽ രക്ഷപ്പെടാൻ ഒരു 10% സാധ്യതയുണ്ട്. ഓ, അപ്പൊ ബാക്കിയുള്ള 90%? നീ വന്നേ. സോ പ്ലീസ് ലിസൺ ടു മീ. സജീവ്, ജസ്റ്റ് ടോക്ക് ടു ഹിം. ഹലോ. ഏയ് അതെ ചേട്ടാ, ഇനിയെങ്കിലും ഓപ്പറേഷൻ ഒന്ന് സമ്മതിക്കേ. ഡോക്ടർ രവി തരകൻ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം കാത്തിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട് ഇവിടെ. അതിന്റെ ഇടയിലാണ് അദ്ദേഹം ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ സമ്മതിക്കുന്നത്. ഇവളെന്തിയാത്ത്? നീ വരുന്നുണ്ടോ? സജീവ്, സർ, OT വിളിച്ച് റെഡിയാക്കൂ. ഐ എം പോസ്റ്റിംഗ് ദ ചൈൽഡ് ഫോർ എമർജൻസി സർജറി. സർ, അത് വേണോ? അവരതിന് വില്ലിംഗ് അല്ല, കൺസെന്റ് ഒപ്പിട്ട് തരികയില്ല. അവരെ കണ്ടിട്ട് ആൾക്കാർ അത്ര ശരിയാന്ന് തോന്നുന്നില്ല സർ. നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഇൻവോൾവ് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാൽ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെയാണ്. ഓക്കെ സർ, യു ഗോ ടു OT. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആ കുട്ടിയുടെ അച്ഛൻ ഒന്ന് മാനേജ് ചെയ്യണം.
നിന്നോട് വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ? എന്റെ മോളെ കൊന്ന് അവന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ വിടല്ലേ? വിടാ എന്നെ വിടാ. മോളെ ഓർത്തില്ലേ? വിട്. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിടാ വിടാ വിടല്ലേ? വിടാ. കൊല്ലൂടെ നിന്നെ ഞാൻ. എന്റെ മോളെ നീ കൊന്നില്ലേ? വിടാ. ഹോസ്പിറ്റലിൽ കത്തിക്കോളാം ഞാൻ. എന്റെ മോളെ കൊന്നു. അകത്തേക്കോ എല്ലാരും വേഗം അകത്തേക്കോ. എന്താ അവിടെ പൊളിക്കണല്ലോ. കൊല്ലൂടെ നീ ഇല്ലാണ്ട്. രവി സ്റ്റോപ്പ് രവി ഞാൻ സംസാരിക്കാം പ്രശ്നം മോശമാണ്. Hey doctor, you get out of here fast. സർ അവരെന്നെ കാണാതിരുന്നോണ്ട് പ്രശ്നം തീരില്ലല്ലോ. അവരൊക്കെ വയലിലാണ് ഡോക്ടർ. ഇനി ഇവിടെ നിന്ന് അപകടമാണ്. Why don't you listen to me? Go. രവി സാറിന് ഒരു ഫോണുണ്ട്. ആരാ? പിന്നെ വിളിക്കാൻ പറയും. അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞു. ഹലോ. നോക്കൂ സർ, ഫ്രണ്ടിൽ നിറച്ച് അവരുടെ ആൾക്കാരാണ്. ഒരു കാരണവശാലും അതുവഴി പോകാൻ പറ്റില്ല. Then do one thing. ആ സെക്യൂരിറ്റിയോട് പറ പെട്ടെന്ന് ആ കാർ എടുത്ത് ബാക്ക് എക്സിറ്റ് കൊണ്ടുവിടാൻ. Go, go fast. Use your common sense, man. ഇവിടെ നിന്നാ നിങ്ങളുടെ ബാക്കി പോലും ഒരു വെച്ചേക്കില്ല. ഡോക്ടർ ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നത് മറ്റുള്ളവർക്കും അപകടമാണ്. എന്താ ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? Go. സെക്യൂരിറ്റി കാർ പിറകിൽ കൊണ്ടുവരും. പ്ലീസ് കം, പ്ലീസ് കം. Go fast. Sir, this way. Sir, come fast. Yes, തുറക്ക്. ആ ഷട്ടർ പെട്ടെന്ന് തുറക്കുക. പണിയാവും. പ്രാക്ടിക്കൽ താൻ തീരെ മോശമായിട്ടാണ് ചെയ്തത്. ഇതിനെങ്കിലും ശരിക്കൊന്ന് പിടിച്ചോണം, അല്ലെങ്കിൽ കുഴപ്പമാവും. ഒരു കാര്യം ചെയ്യും, തനിക്ക് ഇതിൽ അറിയാവുന്ന 3 ഇൻസ്ട്രുമെന്റ്സ് എടുക്കും. അതിനെപ്പറ്റി മാത്രം ചോദിക്കാം. ഇത്തവണെങ്കിലും പാസ്സാകണ്ടേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട് സർ. എന്താ, ഇതേക്കുറിച്ചൊന്നും അറിയില്ലേ? അതല്ല സർ, ഈ 3 കുറിച്ച് ഞാൻ ഷുവറാ. പക്ഷെ ഇതേ എക്സ്റ്റേണൽ എക്സാമിന് തന്നെയാണ് കഴിഞ്ഞ തവണ വന്നത്. അന്ന് ഞാൻ അയാൾ നമ്മുടെ ഒരു ബ്രില്യൻ സ്റ്റുഡന്റാ. ഇതെന്താ ഈ 3 മാറ്റി വെച്ചിരിക്കുന്നു? പുള്ളിക്കാരൻ തറവായിട്ട് പഠിച്ച 3 ഇൻസ്ട്രുമെന്റ്സ്. ഓഹോ, അപ്പൊ ഇതേപ്പറ്റി എന്ത് ചോദിച്ചാലും പറയും അല്ലേ? കഴിഞ്ഞ തവണ ഞാനായിരുന്നു ഇയാളുടെ എക്സാമിനർ. സ്കൂട്ടറിലാ വന്നത്. തിരിച്ചു പോകാൻ നേരം എന്റെ സ്കൂട്ടറിന് സീറ്റില്ലായിരുന്നു. വാട്ട് ഇസ് ദിസ് യൂസ്ഡ് ഫോർ? യെസ്, ഐ ആം വെരി ഷുവർ ഇറ്റ്സ് എ ഫൈബ്രോയിഡ് മാൻ. കഷ്ടം. താങ്കൾ ഉടനെ തന്നെ വല്ല മെഡിക്കൽ ബുക്സ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെന്താ മാഡം? അല്ല, താങ്കൾ ഇത്രയും നേരം പറഞ്ഞ പല ഉത്തരങ്ങളും ഒരു മെഡിക്കൽ ലിറ്ററേച്ചറിൽ ഞങ്ങൾ വായിച്ചിട്ടില്ല. ഇനിയിപ്പോ സ്വന്തമായിട്ട് വല്ലതും. ഫൈബ്രോയിഡ് എന്നത് യൂട്രസിൽ മാത്രം ഉണ്ടാകുന്ന. ദിസ് ഇസ് എ മെയിൽ പേഷ്യന്റ്. യു മേ ഗോ നൗ. അടുത്ത അറ്റംപ്റ്റിലെങ്കിലും പാസ്സാവോ നോക്ക്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഗെറ്റ് ത്രൂ. സിറ്റ് ഡൗൺ. പോയി അല്ലേ? ഹോ, സമാധാനമായി. ഞാൻ ഒറ്റയ്ക്കാവുമ്പോ ടെൻഷനിലായിരുന്നു. അപ്പൊ നീയും?
ഹലോ, എപ്പോ? എന്നിട്ട് പോലീസ് നീതി പാലിക്കുക. ഡോക്ടർ രവി തരകനെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ഇന്നലെ രാത്രിയാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത്. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാർഡിയാക് സർജൻ ഡോക്ടർ രവി തരകൻ ബലമായി ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. ഓപ്പറേഷനിടെയാണ് കുഞ്ഞു മരിച്ചത്. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ആളിക്കത്തുകയാണ്. ഇത്തരമൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊച്ചി സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടോണി വർഗീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷം ഡോക്ടർ രവി തരകൻ ഒളിവിലാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് മരിച്ച കുട്ടിയുടെ അച്ഛൻ ശശി. അദ്ദേഹത്തിന് പിന്തുണയുമായി അനേകം പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയ ഡോക്ടർ രവി തരകന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർ ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. എന്താ നിന്റെ പേര്? ശിവപ്രസാദ് രാമാനുജൻ. ചിരിക്കുന്നു. നിന്റെ പേരെന്താടാ? കിഷോർ കുമാർ. എന്ത്? കിഷോർ കുമാർ. കിഷോർ കുമാർ. കിഷോർ കുമാറോ? അയ്യോ, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പരിചയപ്പെടണമെന്ന്. ഒരു പാട്ട് പാടുവോ? പാടാറില്ല. അയ്യോ, അതെങ്ങനെയാ കിഷോർ കുമാർ എന്ന പേരും വെച്ച് പാടാതിരിക്കുന്നത്? ഒന്ന് പാട്. പാട. അയ്യോ. ഹമേ തുംസെ പ്യാർ കിത്നാ യേ ഹം നഹീ തോടെംഗേ. മതി മതി മതി. നീ എന്താടാ ഞങ്ങളെ റാഗിയെന്ന്? ഇപ്പോഴാരാടാ ചിരിച്ചത്? ആരാടാ ചിരിച്ചെന്ന്? ഈ ബാബുജി ആരാ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ബാബുജിയുടെ കൂടെ പഠിച്ചവർ പലരും ഇന്ന് ഈ കോളേജിലെ പ്രൊഫസർമാരാണ്. അറിയടാ നിനക്കൊക്കെ? അല്ല, ഞാൻ നിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആരാ ചിരിച്ചതെന്ന് പറയില്ല അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെയൊക്കെ മുറികളിൽ വെളുക്കുവോളം ഞാൻ കിഷോർ കുമാറിനെ വിട്ട് പാടിച്ചുകൊണ്ടേയിരിക്കും. സാർ, ഇവനാ ചിരിച്ചേ. ഒരുത്തനവന്റെ കഴിവ് പ്രകടിപ്പിക്കുമ്പോ നീ നിന്ന് ചിരിക്കുന്നു. സോറി പറയടാ. സോറി. എന്നോടല്ല, കിഷോർ കുമാറിനോട്. സോറി. ആ പറഞ്ഞാ പോരാ, എഴുതി കാണിക്കണം. പേന കൊണ്ടല്ല, വിത്ത് യുവർ ബം. നാണിച്ച് നിൽക്കാതെ വന്ന് എഴുതി കാണിക്കടാ. ഒന്ന് കാണിച്ചു കൊടുക്ക് ബാബുജി. ഞാനോ? പുതിയ പിള്ളേരല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ ഓക്കെ, ഒറ്റ പ്രാവശ്യം കാണിച്ചു തരത്തുള്ളൂ. ശ്രദ്ധിച്ചു നോക്കണം. ഇതേ ഇപ്പൊ ചേട്ടൻ ബിഗ് ലെറ്റേഴ്സിൽ കാണിച്ചത് മോൻ സ്മോൾ ലെറ്റേഴ്സിൽ കാണിച്ചാ മതി. തുടങ്ങിക്കോ. പ്രിൻസിപ്പൾ നമ്മളെ കാണുന്നു. ഇതെന്ത് പണിയാണോ വരുന്നത്? ആ, ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതും. ഓക്കെ ബാബുജി, നോക്കിക്കോണേ. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ രണ്ടുപേർക്കും? ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് മാസം 3 കോളേജിലും ഹോസ്റ്റലുമായി കറങ്ങി നടക്കുകയാണ് രണ്ടുപേരും അല്ലേ? യു സ്റ്റാർട്ട് റൗണ്ട്സ്. ഞാൻ വന്നോളാം. ഇവിടെ MBBS പഠിക്കാൻ ചേരുന്ന സമയത്ത് നിങ്ങൾ ഒപ്പിട്ട് തന്നൊരു ബോണ്ടാണിത്. പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ 5 ലക്ഷം രൂപ ഈ കോളേജിന് തരണം, അല്ലെങ്കിൽ 2 വർഷം ഗ്രാമീണ സേവനം ചെയ്യണം. അതാണ് വ്യവസ്ഥ.
ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഇത് രണ്ടും ചെയ്യാൻ ഭാവമില്ലെങ്കിലേ സർട്ടിഫിക്കറ്റ് ഞാൻ വിട്ടുതരത്തില്ല. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഡിഗ്രി അല്ലേ, കളയണോ അത്? ആ, നാളെ എനിക്ക് നിങ്ങളുടെ തീരുമാനം അറിയണം. നിങ്ങൾക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റാണിത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഹോസ്പിറ്റൽസ് ഇതിലുണ്ട്. ചുവന്ന മഷിയിൽ മാർക്ക് ചെയ്തതിൽ വേക്കൻസി ഉണ്ടാവില്ല. ഐ വാണ്ട് ടു നോ യുവർ ഡിസിഷൻ ബൈ 4 PM ടുമോറോ. അപ്പൊ രണ്ടുപേരും ചെല്ല. എക്സ്റേയുടെ ഫൈൻഡിങ്സ് കണ്ട് ത്രില്ലടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ട്രീറ്റ് ദ പേഷ്യന്റ്, നോട്ട് ദി എക്സ്റേ. ഗോട്ട് ഇറ്റ്? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കാനിംഗ് ഒന്നുമില്ല, എക്സ്റേ ഉള്ളൂ. ഇഫ് യു ഗോ ത്രൂ ദി ഹിസ്റ്ററി ഓഫ് എക്സ്റേസ്, സൈനു, യു നോ a similar X-ray I have seen 26 years back. Can you imagine? 26 years back. Oh, my old friends. Come. ഇതിലും ഭേദം ഗ്രാമീണ സേവനമായിരുന്നു. രണ്ടുപേരും പാസ്സായ കാര്യം അടഞ്ഞു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. ഓ സർ, ഇന്റേൺഷിപ്പും കഴിഞ്ഞു. അറിയാം. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? I will show you some interesting X-rays. They are exciting X-rays. അങ്ങനെ പോവാന്ന് വിചാരിച്ചു. വിവേക് എവിടെ? ഓ, അവൻ ഇന്നങ്ങ് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ആ പ്രൊഫസർ അത് ശരി, പ്രണയൊക്കെ കൊള്ളാം, പക്ഷെ ഉറ്റ സുഹൃത്തിനെ ബലിയാടാക്കിക്കൊണ്ടാവരുത്, മനസ്സിലായോ? അയാളുടെ വിചാരം ഞാൻ ഇപ്പോഴാ മുറിയിലുണ്ടെന്നാ. സംസാരം ഇതുവരെ നിർത്തിയിട്ടില്ല. അതെ, ഒരു വേക്കൻസി ഉണ്ട്. ചിറ, പുഞ്ചി, മേഘാലയ. ആഹാ, സമാധാനായി. ദിവസം പോയി വരാലോ. വേറെ ഒരിടത്തും ഇല്ലേ? ഇല്ല. ചിറാപ്പുഞ്ചി അവന്റെ ഉണ്ട്. റിഡംഷൻ ഹോസ്പിറ്റൽ, പോതമേട്, മൂന്നാർ. എന്നാ ഞാൻ അവിടെ പോവാം, നീ ചിറാപ്പുഞ്ചി ചെല്ലടാ. തമാശ കളിക്കല്ലേ, നാളെ ഡിസിഷൻ പറയേണ്ടത്. എന്റെ അപ്പന് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 5 ലക്ഷം പോയിട്ട് 5 രൂപ തരത്തില്ല. പക്ഷെ തോമസ് തരകൻ തരും. അപ്പനോട് കാശ് ചോദിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാ. എന്നാലും മനസ്സ് പറയുന്നു തരുമെന്ന്. നമ്മുടെ ഹോസ്റ്റലേഴ്സ് ആണല്ലോ കൂടുതലും. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. വാ, അയ്യോ, എന്താ പറ്റിയത്? ബാബുജി. ബാബുജിയുടെ ഫൈനൽ റിസൾട്ട് വന്നു. തോറ്റോ? ഇല്ല, ജയിച്ചു. അതാ ബോധം പോയെ. ബാബുജി, ഞാൻ തന്നെയാണോ പാസ്സായത്? ബാബുജിക്ക് എന്താ അത്ര സംശയം? ബാബുജി തന്നെ പാസ്സായത്. എന്താ ആലോചിക്കുന്നത്? അല്ല, റീവാലുവേഷന് കൊടുക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. വിവേക്, ബലമായി ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. ഓപ്പറേഷനിടയിലാണ് കുട്ടി മരിച്ചത്. ഇതേ തുടർന്നുണ്ടായ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒളിവിൽ പോയ ഡോക്ടർ രവി തരകന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രമുഖ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവൻ എന്തിനായി സർജറി ചെയ്ത്? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. രവി ഇപ്പൊ എവിടെയാ? ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടോ? അറിയില്ല. വളരെ അജിറ്റേറ്റഡ് ആയ ക്രൗഡാണ് അവിടെ ഉള്ളത്. പറഞ്ഞാലൊന്നും മനസ്സിലാവാത്തവര്. അവനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. Okay, we will discuss it later. Excuse me, sir. May I? Yes. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം തന്നെ എന്തിനായിരുന്നു കോശി? ഡോക്ടർ രവി തരകനെ നമ്മൾ സാക്കിയിരുന്നു, അത്ര തന്നെ. കൂടുതൽ ആലോചിച്ച് സമയം കളയേണ്ട ഒരു വിഷയമല്ല ഇത്. ഡോക്ടർ വർമ്മ, സാക്ക് ചെയ്യാന്ന് നിങ്ങൾ പറയുന്നു. നമ്മൾ അതുകൊണ്ട് മാത്രം സേഫ് ആവോ? മരിച്ചുപോയ കുട്ടിയുടെ കുടുംബത്തോട് ആര് സമാധാനം പറയും? നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് അയാളെ പിരിച്ചുവിടുകയാണ്. പിന്നല്ലേ മറ്റുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റൂ. എന്തായാലും ഉടനെ ഒരു ഡിസിഷൻ എടുക്കണം. ഈ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായത് നമ്മുടെ പോളക്കൻ എന്ത് പറയുന്നു? വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ ലീഗൽ അഡ്വൈസ്. സർജറി വേണ്ട എന്ന കുട്ടിയുടെ പേരൻസ് എത്ര തവണ റിക്വസ്റ്റ് ചെയ്തതാണ്. എന്നിട്ടും അയാൾ അത് ചെയ്തത് എന്ത് ഭാവിച്ചിട്ടാണ്? കൗണ്ടർ. പോളക്കൻ, വി ആർ വെയിറ്റിംഗ് ഫോർ യു. നമ്മളിപ്പോ
വലിയ പ്രശ്നത്തിൽ തന്നെയാണ് കോശി സാർ. കുട്ടിയുടെ അച്ഛൻ ശശി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പിന്നെ കുറെ പൊളിറ്റിക്കൽ സപ്പോർട്ടും. അയാൾ ഇതിനോടകം 3 കംപ്ലൈന്റ്സ് ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ഡോക്ടർ രവിക്കും ഹോസ്പിറ്റലിനും എതിരെയുള്ള ഒരു ക്രിമിനൽ കേസ്, 2 കൺസ്യൂമർ കോർട്ടിൽ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് മറ്റൊരു കേസ്. പിന്നെ വേണമെങ്കിൽ അയാൾക്ക് ഡോക്ടർ രവിക്കെതിരെ മെഡിക്കൽ കൗൺസിലിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ രീതിയിലും ട്രാപ്ഡാണ്. ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? കൺസെന്റ് എടുക്കാതെ ചെയ്ത സർജറി, മരിച്ചത് 6 വയസ്സുള്ള കുട്ടി, ചിലപ്പോൾ കോടികൾ തന്നെ കൊടുക്കേണ്ടി വരും. ലുക്ക്, പോലീസ് ഇപ്പോ മെഡിക്കൽ സൂപ്പറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ രവിയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. നമുക്കധികം സമയമില്ല. നമ്മൾ 3 ദിവസം മുമ്പ് ഡോക്ടർ രവി തരകനെ ഇവിടുന്ന് പിരിച്ചുവിട്ടിരുന്നു എന്ന് വരുത്തുക. എന്ന് വെച്ചാൽ ആ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ രവി നമ്മുടെ എംപ്ലോയി അല്ലായിരുന്നു. അതെങ്ങനെ പൊളക്കൻ? നമ്മുടെ ഓട്ടിയിൽ നമ്മുടെ അനസ്തേറ്റിസ്റ്റും നമ്മുടെ ഓട്ടി സ്റ്റാഫിലെ സർജറിക്ക് അയാളോട് ഉണ്ടായിരുന്നത്. ആ വാദം നിൽക്കില്ല. അക്കാര്യം സാർ എനിക്ക് വിട്ടേക്ക്. പോളക്കൻ, ഇത്ര നല്ല റെപ്യൂട്ടേഷനും ട്രാക്ക് റെക്കോർഡും ഉള്ള രവി തരകനെ പോലെയൊരു ഡോക്ടറെ നമ്മൾ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വി ഷുഡ് ഹാവ് എ ഗുഡ് റീസൺ. ഡോക്ടർ രവി തരകൻ ഏതെങ്കിലും പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും രഹസ്യമായി പണം വാങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സിനോട് മിസ്ബിഹേവ് ചെയ്തു. Can you all please stop this? എന്താ സാർ ഇവിടെ നടക്കുന്നത്? കോൺസ്പിറസിയോ? ഒരു കൊല്ലത്തോളം നിങ്ങളുടെ കൊള്ളിക്കായിരുന്നില്ലേ ഡോക്ടർ രവി? ഡേ നൈറ്റ് ഈ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊരു ഡോക്ടറിനെയാ നിങ്ങൾ എല്ലാവരും ഈ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നത്. ഒരു അപകടം വന്നപ്പോ എല്ലാവർക്കും പ്രധാനം അവരവരുടെ സേഫ്റ്റി. ഷെയിം ഓൺ യു, ഓൺ ഓൾ ഓഫ് യു. ദിയ, യു മേ പ്ലീസ് ലീവ് ദിസ് റൂം. ഇപ്പോ തന്നെ ലിവിംഗ് ഓർഡർ എന്റെ ഓഫീസിൽ വാങ്ങിക്കൊള്ളൂ. യു ആർ ഫയർഡ്. ഒളിപ്പിച്ചു വെച്ച ഡോക്ടറെ വിട്ടുതരിക. നിങ്ങളെല്ലാം ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പറയാൻ അനുവദിക്കുക. നിങ്ങളൊന്ന് ശാന്തരാകും. ദയവ് ചെയ്ത് നിശബ്ദരായിരിക്കണം. സൈലൻസ്. എവിടെയാണ് സാർ ഡോക്ടർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരടവും നടക്കില്ല സാറേ, ഞങ്ങൾക്ക് വിട്ടുതരണേ ആളെ. ഡോക്ടർ രവി തരകൻ ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ആ ഇൻഫർമേഷൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. അയാളിപ്പം ദുബൈയിലേക്കോ അമേരിക്കയ്ക്കോ പറന്നു കാണും. ഇതൊക്കെ ഉമാർ അടവാ. എന്തിനാ സാർ ഇങ്ങനെ ഒത്തു കളിക്കുന്നത്? ഇത്ര ഇറസ്പോൺസിബിൾ ആയി സംസാരിക്കരുത്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് രവി. സത്യമായി ഞങ്ങൾക്ക് അറിയില്ല സാർ. ഇപ്പൊ പോലീസ് പറയുമ്പോഴാ ഡോക്ടർ രവിയെ കാണാനില്ലെന്ന് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവും തോന്നുന്നില്ല. ദിയ, the chairman's personal secretary, or rather ex-personal secretary. അലക്സ്. യെസ് മാം. ഇതിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ. അത് ജസ്റ്റ് 2 ആഴ്ചയല്ലേ മാഡം. ആഹാ, കുഴപ്പമില്ലെന്ന് ഇവിടുത്തെ ചീഫ് ഫാർമസിസ്റ്റിന് ഇതൊക്കെ അറിയാം. ഇതൊക്കെ പേഷ്യൻസിന് വലിയ അപകടല്ലേ? എക്സ്പയറി ഡേറ്റിൽ 1-2 മാസത്തെ വ്യത്യാസം ഒന്നും ഒരു പ്രശ്നമല്ല മാഡം. ഇതൊക്കെ എത്രയോ സ്ഥലത്ത് നടക്കുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇത്? മാഡത്തിന്റെ ഇപ്പോഴത്തെ മനപ്രയാസം മാറാൻ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഫ്രാൻസിസേ, ലോഡറിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാട്ടാ. ശരി. ഹലോ മറിയ, ദിയ ഹിയർ. ഹായ്. ഇന്ന് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? ജസ്റ്റ് എ മൊമെന്റ്. 50,000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. ദിയ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. മണി 4 ആയി.
നമ്മൾ കഴിഞ്ഞ മാസം വാങ്ങിയ എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും ഒക്കെ സബ്സ്റ്റാൻഡേർഡ് ആയിരുന്നു. അത് മാറ്റി പകരം വേറെ എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ചെയർമാൻ ഒരു ലെറ്ററും കൊടുത്തിരുന്നു. അറിയാം സർ, ബട്ട് ചെയർമാൻ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ വീണ്ടും വന്നു പുതിയൊരു ബാച്ച് ഫ്രം ദ സെയിം കമ്പനി, എഗെയിൻ പുവർ ക്വാളിറ്റി. 2 പ്രാവശ്യവും പേപ്പേഴ്സിൽ സൈൻ ചെയ്തിരിക്കുന്നത് ദിയാണ്, ഓൺ ദ ചെയർമാൻസ് ബിഹാഫ്. അത് പിന്നെ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ഡോക്ടർ. സിഗ്നേച്ചർ വിലയുള്ളതാണ്, അത് മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് ഇടുന്നതെങ്കിലും. ഒരേ കമ്പനിയിൽ നിന്നും റെഗുലറായി സാധനങ്ങൾ വരാനുള്ള കാരണമൊക്കെ എനിക്കറിയാം. പക്ഷെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി നമ്മൾ പേഷ്യൻസിന്റെ ജീവിതം വെച്ച് കളിക്കരുത്. What are you getting at, doctor? എനിക്കിതിൽ എന്തെങ്കിലും പേഴ്സണൽ ഇൻസെന്റീവ്സ് ഉണ്ടെന്നോ? ദിയ, നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ്. അവരുടെ ഹൃദയത്തിൽ ഘടിപ്പിക്കുന്ന കൃത്രിമമായ വാൽവുകളെ കുറിച്ചാണ്. ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ പേഷ്യൻസ് ആണ് സഫർ ചെയ്യുക. പിന്നെ ദിയ പറഞ്ഞ ഇൻസെന്റീവ്സ് ഉണ്ടല്ലോ, അതിന്റെ പേര് ബ്രൈബ് എന്നാണ്, കൈക്കൂലി. ഡോക്ടർ രവി, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് 1 വർഷമായി, നിങ്ങൾ 2 മാസവും. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഇവിടുത്തെ സിസ്റ്റം മാറ്റാൻ കഴിയില്ല. പിന്നെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെയും ഹാർട്ട് പൾസിന്റെയും കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ആർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. And now, if you don't mind, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ആകാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, നമുക്കൊരിടം വരെ പോകണം. അവനോടെ അകത്തുണ്ട്, വരൂ. ഹായ് വിശാൽ. ഹായ് അങ്കിൾ. പെയിന്റിംഗ് മാത്രമേ ഉള്ളൂടാ, പഠിത്തമൊന്നുമില്ലേ? നീ ഇരിക്ക്. കക്ഷി നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഡോക്ടർ, why are we here? 3 മാസം മുമ്പ് വിശാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊരു വാൽവ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്തിരുന്നു. രാജഗോപാൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തത് 2 ലക്ഷം രൂപയായി. വിശാലിന്റെ സർജറിയിൽ ഉപയോഗിച്ചത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വാൽവാണ്. ഒരു കുഴപ്പമില്ലാത്ത ഈ കുട്ടിയെ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ദിയ നേരത്തെ പറഞ്ഞ ആർക്കും ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ലാത്ത വാൽവ് തന്നെയാണ് വിശാലിനും ഉപയോഗിച്ചിരിക്കുന്നത്. സോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വാൽവിൽ രക്തം കട്ട പിടിച്ചേക്കാം. ക്ലോട്ടായ ആ രക്തം ഹാർട്ടിൽ നിന്ന് മൂവ് ചെയ്ത് ചിലപ്പോൾ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും തടയും. വാട്ട് വി കോൾ an embolism. Yes, doctor, but this boy is just perfectly fine now. വിശാലിന്റെ കാര്യത്തിൽ എംബോളിസം ഉണ്ടായത് വലത്തെ കാലിലാണ്. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം കേസിന് പോകാമെന്ന് കരുതിയതാ. ഓപ്പറേഷന്റെ കുഴപ്പം കൊണ്ടാണല്ലോ മോന്റെ കാല് മുറിച്ച് കളയേണ്ടി വന്നത്. പിന്നെ ഡോക്ടറെ പറഞ്ഞത് ഒന്നും വേണ്ടാന്ന്. ദിയ, I'm sorry. ഡിസേർവ് ചെയ്യുന്ന പല കേസുകളിലും സ്വന്തം ഫീസ് പോലും വാങ്ങാതെ ഡോക്ടർ രവി സർജറി ചെയ്തിരുന്നു. ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും സൽപ്പേരും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 1 വർഷത്തെ ഹാർഡ് വർക്കിന്റെ ഫലമാ. ഒരു ബോർഡ് മീറ്റിംഗിൽ എന്റെ ജോലി മിണ്ടാതിരിക്കുക എന്നുള്ളതാ.
മിനിറ്റ്സ് നോട്ട് ചെയ്യുന്ന ഒരു യന്ത്രം മാത്രമാണ് ഞാൻ അവിടെ. എന്റെ എതിർപ്പ് അവരുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. എല്ലാവരും സ്വന്തം സേഫ്റ്റി മാത്രമേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നോക്കൂ. നോട്ട് സർപ്രൈസിങ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊമോഷൻ തീരുന്നത് വരെ രവി എവിടെയെങ്കിലും മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. നോ, ഡോക്ടർ രവി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. യുവർ ബിൽ സർ. അവൻ്റെ പേരൻസ് കുറച്ച് ദൂരാ താമസം. അവൻ സൗകര്യത്തിന് വേണ്ടി ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലും. അവർക്കും ഈ മിസ്സിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല. അവൻ അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അനീതു, നല്ല പെയിൻ ഉണ്ടോ? ഇപ്പം വരാം. എൻ്റെ വൈഫാ, ആൾ 8 മാസം പ്രഗ്നൻ്റാ. കുറച്ച് പ്രോബ്ലംസ് ഉള്ള പ്രഗ്നൻസിയാ. പെട്ടെന്ന് എന്തോ ഒരു പെയിൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി എന്നെ അറിയിക്കണം. ഓക്കെ? ഷുവർ. നാളെ തന്നെ കൊടുത്തേക്കണം. ശരി സർ. ഇത്രയും കാലം നിന്റെ ജീവിതം കൊച്ചി എന്ന ഈ ചെറിയ ലോകത്തായിരുന്നു. ഇനി കൂടുതൽ ലോകം കാണും. ജീവിതം പഠിക്കുക. അതിന് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോണോ? പോകേണ്ടി വന്നാ പോണം. ഈ ചിറാപുഞ്ചി എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ആ പേര് കേൾക്കുമ്പോ തന്നെ ഏതാണ്ട് പോലെ തോന്നുന്നു. എന്നിട്ട് കേരളത്തിലൂടെ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഇടുക്കിയിലോ മറ്റോ? അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ കാര്യം നീ പറഞ്ഞില്ല അല്ലേ? ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം മനുഷ്യന്. നിനക്കിപ്പോ ഇല്ലാത്ത അതാ. ഈ 2 വർഷം അതിനൊരു തുടക്കമായിട്ട് കരുതിയാ മതി. എന്നാലും 2 വർഷം. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. പൈസ ഞാൻ തരില്ല. ഒന്നുകൂടി കൂടുതൽ അപേക്ഷകളൊന്നും വേണ്ട. കൊച്ചിയേക്കാൾ വലിയ ലോകം ഏതാന്ന് ഞാനും ഒന്ന് അറിയട്ടെ. ഹലോ. ആ പറടാ. ഓ, ഗുഡ് ന്യൂസ്. ഞാൻ വിളിക്കാം. വിവേകാ വിളിച്ചത്. അവന്റെ ഫാദർ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന്. അല്പം മുമ്പാ കണ്ടത്. റോഡിൽ നിന്ന് ഇത്രയധികം താഴേക്ക് വീണുകൊണ്ട് ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇന്നലെ രാത്രി എപ്പോഴും സംഭവിച്ചതാണ്. യു ആർ ഇൻ ദ ഹോസ്പിറ്റൽ ദിസ് മോർണിംഗ്, റൈറ്റ്? ഞാനവിടെ വർക്ക് ചെയ്യുന്നത് സർ, ടിൽ ടുഡേ മോർണിംഗ്. സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടാവും. ബ്ലഡ് കുറെ പോയിട്ടുണ്ട്. ഒരു ഗ്രീവിയസ് ഇഞ്ചുറി ഉണ്ടായ ലക്ഷണമുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കേ, പുറകോട്ട് മാറ്. ടെൽ മീ. നല്ല മഴയായതുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് എവിഡൻസ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിവേ വി വിൽ ട്രൈ. 1 മിനിറ്റ്. ഓക്കെ. നിന്നോടൊക്കെ മാറി നിൽക്കാനല്ലേ പറഞ്ഞു. മാറി നിൽക്കടാ, പുറകോട്ട് മാറി നിൽക്കടാ. നമുക്ക് അന്വേഷിക്കാം. സർ, സിറ്റിയിലെ ഒരു ഹോസ്പിറ്റലും ഇങ്ങനെ ഒരാൾ എത്തിയിട്ടില്ല. അൺനോണായി വേറെ വല്ലവരും? ഇല്ല സർ. ഹലോ. ഹലോ ഡോക്, വൈഫിന് എങ്ങനെയുണ്ട്? ഷീസ് ഓക്കെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. യെസ്. Someone wants to meet you.
പോലീസ് ജീപ്പിലിട്ടോടാ ചാമ്പണ. ഇങ്ങോട്ട് ഇറങ്ങടാ, നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. നിന്റെ ഓവർ സ്പീഡ്. സർ, ഞാൻ ഓവർ സ്പീഡ് അല്ലായിരുന്നു. ആ ലോറിക്കാരൻ റോങ് സൈഡ് ബുക്കും പേപ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട് സർ. അത് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? സാർ, നമ്മുടെ വണ്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിലിട്ട ചാമ്പ്യ ഈ മോൻ എന്താ നിന്നെ നാവറങ്ങിപ്പോയോ? ഞാൻ പറയുന്നത് കേൾക്കല്ലേ? പോലീസ് ജീപ്പ് ആണെങ്കിലും റോഡിന്റെ നടുവിൽ കൊണ്ടിട്ടാ ചിലപ്പോ ഇടിച്ചു വന്നിരിക്കും. എങ്ങനെയാന്ന്? റോഡിന്റെ നടുവിൽ പാർക്ക് ചെയ്ത പോലീസ് ജീപ്പ് ആണെങ്കിലും ചിലപ്പോ ഇടിക്കും. സാറേ, 3 മണിക്ക് SP അദ്ദേഹത്തെ കാണേണ്ടത്. അതുകൊണ്ട് പെറ്റിയടച്ചാലും നീ പഠിക്കില്ല. കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കണെങ്കിൽ ജീപ്പ് തള്ളി പഴയ സ്ഥാനത്തേക്ക് കൊണ്ടിട്. അല്ലെങ്കിൽ വേറെ വകുപ്പുണ്ടാക്കി അകത്തിടും ഞാൻ. സർ, ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർമാര് തല്ലേ ജീപ്പ് നീങ്ങില്ലേ? പോയി തള്ളടാ. നിനക്ക് തള്ളാൻ ഞാനൊരു അവസരം തരാം. അവനിപ്പോ ആവശ്യത്തിനുള്ള മസിലുണ്ട്. തള്ളടാ. ആ മതി മതി മതി. വണ്ടി എടുക്കണോ? ആളിന്റെ പേര് ഡോക്ടർക്ക് അറിയില്ലല്ലേ? ഇല്ല സർ. കണ്ടാലറിയാലോ? അറിയാം. ഏതായാലും ഞാനൊരു എൻക്വയറി നടത്തട്ടെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റക്കാരനാണെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം. താങ്ക് യു സർ. സർ, ഞാൻ പറഞ്ഞ ആൾ ഈ ഓഫീസിലുണ്ട് സർ. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ വിളിക്കാം. ശരി സർ. ഡോക്ടർ ഇരിക്കും. സാർ. യെസ്. എന്താ? എന്റെ മോൾക്ക് തീരെ സുഖമില്ല. ലീവെല്ലാം തീർന്നുപോയി. ഇവിടെ വന്ന് ചോദിക്കാൻ പറഞ്ഞു സി ഐ ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിയോ? ഇദ്ദേഹത്തെ അറിയോന്ന്? അറിയാം സാർ. ഡോക്ടർ, യു ക്യാൻ ഗോ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. താങ്ക് യു സർ. ഒന്ന് മാറും. സോറി. ഇതോടെ കഴിക്കും മോളെ. സിസ്റ്റർ, പ്ലീസ് ടേക്ക് ദിസ്. വേദനയുണ്ടോ? സിസ്റ്റർ, ആ സെക്കൻഡ് ബെഡിലുള്ള പേഷ്യന്റിന് IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തേ. ഈ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. ഓക്കെ സിസ്റ്റർ.
സർ, ഐ എം ഡോക്ടർ രവി തരകൻ. ഡോക്ടർ ഡോക്ടർ, ഈ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി. Taragan, you see him fast. Go, quick. സർ, താങ്ക്സ്. Taragan, സർ, is he okay? പൾസും ബി പി നോർമലാണ്. പിന്നെ ഈ ഡോക്ടർ RBS കുറവാണ്. 25% dextrose. Fast, be quick. Okay. Doctor, please. Taragan, ആ ഫസ്റ്റ് ബെഡിൽ കിടക്കുന്ന പേഷ്യന്റിനെ ലോഗ് റോൾ ചെയ്തിട്ട് സ്പൈൻ ഇഞ്ചറി റൂൾ ഔട്ട് ചെയ്തേര്. ക്വിക്ലി, ബി ഫാസ്റ്റ്. സർ, ചേട്ടാ ഒരു STD ഉണ്ട്. വിളിച്ചോ. ഹലോ. എടാ ഞാനാ. നീ എത്തിയോ? ജോയിൻ ചെയ്താ? അതൊക്കെ പിന്നെ പറയാം. എടാ ഈ ലോഗ് റോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? റോഡ് റോളറോ? റോഡ് റോളർ അല്ലടാ കഴുതേ, ലോഗ് റോൾ. LOGROLL. എടാ അത് നമ്മുടെ ഈ തടി ഉരുട്ടുന്നതല്ലേ? അയ്യോ എടാ ഈ കാർ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ്. ഹലോ ഹലോ, Sit down. ഏഴ് വർഷം എടുത്തല്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? That doesn't matter. In the long run, you know, it makes a very strong foundation. ജോസഫ് മുത്തായിരുന്നു പ്രിൻസിപ്പൽ. അതെ. ഞങ്ങൾ പണ്ട് 2 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യൻ, ജെന്റിൽമാൻ. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, സ്റ്റുഡൻസിനോടുള്ള ഒരു അമിത വാത്സല്യം. അതുകൊണ്ടാണ് തലേന്റെ ടെസ്റ്റ് മോണിൽ ഇത്തരം നുണകൾ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ രവി തരകൻ is a dedicated, hardworking young doctor who regularly updates his knowledge. Blah, 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 blah. സർ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല. തരകന്റെ പാസ്റ്റ് ഹിസ്റ്ററിയും മെഡിക്കൽ കോളേജിലെ വീരകൃത്യങ്ങളൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ജോലിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഇവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ പുട്ട് യുവർ ബോഡി, ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്. അതർവൈസ് യു മേ ലീവ്. സൈനു, എന്റെ കാര്യം പോക്ക. സാമുവൽ എന്ന ഭീകരനോടൊപ്പമായിരിക്കും ഇനിയുള്ള എന്റെ 2 വർഷങ്ങൾ എന്നെനിക്ക് ഓർക്കാനേ വയ്യ. ഇവിടെയുള്ള കരിങ്കൽ ഭിത്തികൾ കണ്ടാൽ ഇതൊരു ജയിലാണെന്ന് തോന്നും. സാമുവലും സിസ്റ്റർ ലൂസിയും ജയിൽ വാർഡന്മാരും. നിന്നെപ്പറ്റിയും നമ്മുടെ കോളേജിനെ പറ്റിയുമുള്ള ഓർമ്മകളാണ് എൻ്റെ ഏക ആശ്വാസം. പിന്നെ ഈ ലോകത്തെ ഏറ്റവും നല്ല കുക്ക് എൻ്റെ അമ്മയാണെന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നിനക്ക് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ ഈ സ്ഥലത്തൊരു പോസ്റ്റ് ബോക്സ് പോലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആൻഡ് ഐ മിസ് യു ടെറിബിളി. സാറേ ഒരു ചായ കുടിച്ചിട്ട് പോകാം. ആയിക്കോട്ടെ. നമസ്കാരം ഡോക്ടർ. പവിത്രന്റെ ചായ എന്ന് വെച്ചാ ഈ ഭാഗത്ത് പേര് കേട്ടതാ സാറേ. എങ്ങനെയുണ്ട് സാറേ? നന്നായിട്ടുണ്ട്. അതെ സാറേ, എന്തെങ്കിലും ഒരു ദിവസം ഒരു ഡോക്ടറെ ഇത്ര അടുത്ത് കിട്ടുമ്പോ ചോദിക്കണോന്ന് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കുറിപ്പടി എഴുതുമ്പോ എന്താ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതണ്?
പവിത്രേട്ടോ. ആ പവിത്രേട്ടാ, 2 പ്ലേറ്റ് പുട്ടും കടലയും പഴവും 2 ചായ. ഡോക്ടർ അല്ലേ? അതെ. ഞാൻ ടി രമേശ്, പഞ്ചായത്ത് മെമ്പറ. ഈ പയ്യന് ഗൾഫിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് പോണം, കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നടക്കണം. അതാ ഞാൻ കൂടെ പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. സാറിന് കഴിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ആ ASI പുരുഷോത്തമനെ സസ്പെൻഡ് ചെയ്യിച്ചു അല്ലേ? അല്ല, അയാൾക്കത് കിട്ടേണ്ടതാ. പിന്നെ അയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത. അല്ല, ഡോക്ടർ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. പിന്നാടി നില്ല. ഞാൻ ഇത്ര നേരം ക്യൂവിൽ നിന്ന് ഇനി വയ്യിൽ നിക്കാം. നിങ്ങൾ എവിടേക്കാ പോണേ? അയ്യോ, ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ പോണേ? നിന്റെ കുഞ്ഞാനറ വീട്ടിലേക്ക്. എന്നാ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം. ആരാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. തീരെ മനസ്സിലായില്ല? ഒട്ടും മനസ്സിലായില്ല? സാറിന്റെ ചിന്തക്കൊന്ന് ചിന്തരുത്. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ആരാണെന്ന് പറ. സാറിന് ഒരു പരീക്ഷക്ക് പാസ്സാക്കിയതാരാ? ഞാനാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനല്ലായിരുന്നു സാറിന്റെ കേസ്. Are you ready? Yes, sir. ഇയാൾക്ക് ഇതെന്ത് പ്രശ്നമാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. സിറോസിസ് ലിവർ വിത്ത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, യൂസേജ് ഓഫ് ലിക്കർ, ഒരു ഇൻഗ്വിനൽ ഹെർണിയുണ്ട് റൈറ്റ് സൈഡിൽ. ഹെർണിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ തോപ്പിക്കും. എന്ത് ഹെർണിയ? ഇൻഗ്വിനൽ. സ്പെല്ലിംഗ് ആണോ? വേണ്ട. ഡയഗ്നോസിസ് കിട്ടിയോ? യെസ് സർ. അയ്യോ, ഇത് പോരട്ടെ. തോമാച്ചൻ. ശരി, ഇപ്പൊ എന്താ പരിപാടി? പഴയ പരിപാടി തന്നെ. ഒരു സിറ്റിങ്ങിന് 2500 രൂപയാണ് എന്റെ ഫീസ്. എനിക്കിപ്പോ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, ഡോക്ടർമാരെ. എത്ര പേരെയാണ് ഞാൻ ഡോക്ടർമാരാക്കിയത്. എന്തിന് സാറ് വരെ പാസ്സായില്ലേ? ഇപ്പൊ എന്താ ഇവിടെ? ഞാൻ ഇവിടെ അല്ലേ ഫ്രീ ടൈമിൽ താമസം. ഇവിടെയോ? ഒരു 6 മാസം മുമ്പ് മഞ്ഞപ്പിത്തോയിട്ട് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എന്നെ ചികിത്സിച്ച്. ഭാഗ്യത്തിന് ആണായതിന്റെ പേരിൽ ഗൈനോക്കോളജിസ്റ്റ് എന്നെ പരിശോധിച്ചില്ല. അവസാനം ഇവിടെ വന്ന് സാമുൽ സാറിനെ കണ്ടപ്പോ കുടി നിർത്താൻ പറഞ്ഞു. കുടി നിർത്തിയതോടെ എന്റെ അസുഖം മാറി. പക്ഷേ കുറച്ചു മെന്റലായോ എന്ന് നാട്ടുകാർക്കൊരു സംശയമുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ സാമുൽ സാറും ഞാനും തിക്ക് ഫ്രണ്ട്സാ. എനിക്കിവിടെ സ്ഥിരം റൂമുണ്ട്. റൂം നമ്പർ 10. എന്താ തോമച്ച കണ്ടു പഴയ ചങ്ങാതിയെ? ഭയങ്കര ഓർമ്മശക്തിയാ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. സാറിന് പറ്റിയ ആളാ. തോമാച്ചൻ റൂമിലേക്ക് ചെല്ല്. തോമാച്ചനൊരു ലിവർ പ്രോബ്ലം ഉണ്ട്. എനിക്ക് അറിയാം സർ. ആ അസുഖം കൊണ്ടാണ് അയാൾ ഇന്ന് ഇൻകം ഉണ്ടാക്കുന്നത്. പുവർ ഗായ്. എത്ര പറഞ്ഞാലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കില്ല. രാഹുൽ, ഐ ഹേറ്റ് ടു സേ ദിസ്. സർ, തരകൻ. തരകൻ കുറച്ചുകൂടി സീരിയസ് ആണ് ജോലിയിൽ. റൂം 6 പേഷ്യന്റിന് ഇന്നലെ ആന്റിബയോട്ടിക്സ് നിർത്താൻ ഞാൻ പറഞ്ഞതല്ലേ? സർ, അത് ഒരു ദിവസം കൂടി. തരകൻ, ഏറ്റവും ചെറിയ നെഗ്ലിജൻസ് പോലും ഈ പ്രൊഫഷനിൽ ക്രൈമാണ്. റിമെമ്പർ ദാറ്റ്. തരകന് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക്? സർ, ഇത് എത്ര നാളായി ഉപയോഗിച്ചിട്ട്? ഒരു 1.5 വർഷമായി കാണും. ഇതിന് വല്ല മ്യൂസിയത്തിന് ഡൊണേറ്റ് ചെയ്യുന്ന നല്ലത്. ഞാൻ ആദ്യമായി വാങ്ങിയ വാഹനമാണ്. കൊടുക്കാൻ തോന്നുന്നില്ല.
അല്ല സർ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? It's nearby. നല്ല സുഖമുണ്ട്. തരകൻ ഇറങ്ങുന്നോ? ഇല്ല സർ, എനിക്ക് നീന്തൽ അറിയില്ല. ഓ, തരകൻ, are you happy here? What do you mean, sir? എന്താ പറയുക, ഒരു ഡ്രൈവ് ഇല്ല തരകന്. യു ഷുഡ് ബി മോർ ഓഫ് എ ഡോക്ടർ. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തരകന് ധൈര്യമായിട്ട് പറയാം. ഐ എം നോട്ട് എ സ്ട്രേഞ്ചർ ടു യു. ഐ എം മോർ ദൻ എ ഡോക്ടർ. ഐ എം യുവർ ഫ്രണ്ട്. ഞാൻ എൻ്റെ പഴയ ലൈഫ് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് സർ. കോളേജ്, ഫ്രണ്ട്സ്, വീട്ടിലെൻ്റെ മുറി എല്ലാം. ചുരുക്കി പറഞ്ഞ യു ഹോം സിക്ക്. അറിയില്ല. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സൈനുവിനെ മിസ് ചെയ്യുന്നില്ലേ? എത്ര വർഷമായി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? 4 വർഷം. കല്യാണം കഴിക്കുമോ? എന്തു വന്നാലും യെസ്. സൈനുവിന്റെ കല്യാണം ഏതാണ്ട് തീരുമാനിച്ചു. തരകൻ സൈനുവിന് അയച്ച ഏതോ ഒരു കത്ത് ആ കുട്ടിയുടെ ഫാദറിന്റെ കയ്യിലാണ് കിട്ടിയത്. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു ഇക്കാര്യം പറയാൻ. എന്നിട്ട് തരകന്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അവരിഷ്ടപ്പെടുന്നില്ല. അവരെന്ന് പറഞ്ഞാൽ സൈനുവിന്റെ ഫാമിലി. ഹലോ. എടാ ഞാനാ. ആ പറയടാ. നീ സൈനുവിനെ വിളിച്ചോ? എത്ര പ്രാവശ്യം അവളെ കിട്ടണ്ടേടാ. ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ബ്രദേഴ്സ്. എന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഫോൺ കട്ട് ചെയ്യാ. നീ ടെൻഷൻ അടിക്കില്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നീ വിളിക്കണേ. ഞാൻ വിളിക്കാം. തോമാച്ചൻ ചേട്ടാ, ഓ, ഇനി ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോവാതെ നോക്കണം. 6 യൂണിറ്റ് ഇൻസുലിനാ കൂട്ടിയിരിക്കുന്നത്. സിസ്റ്ററെ, ഓ, ഈ ഷുഗർ താന്നു പോയാ നമ്മൾ എങ്ങനെയാ? അതിപ്പോ വിയർക്കും, കൈ വിറയ്ക്കും, നെഞ്ചിടിപ്പ് കൂടും, ഒരു പേടിയും വെപ്രാളമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്റെ ഭാര്യനെ കാണുമ്പോഴും തോന്നാറുണ്ട്. എന്നിട്ടിപ്പോ ഭാര്യ എവിടെ? അവൾ എന്നെ വിട്ടുപോയിട്ട് സെപ്റ്റംബറിലേക്ക് 8 വർഷമായി. ഓ സോറി. അയ്യോ, മരിച്ചതല്ല. അവൾ എന്നെ വിട്ട് വേറൊരുത്തന്റെ കൂടെ പോയിട്ട് 8 വർഷമായി. അവൻ അങ്ങനെ തന്നെ വേണം. അനുഭവിക്കട്ടെ. എക്സ്ക്യൂസ് മീ. യെസ്. ഡോക്ടർ സാമുവലിന്റെ മുറിയില. ഈ ബാഗ് ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഹലോ, ഞാൻ തോമച്ചൻ മാത്യു. ഈ ഹോസ്പിറ്റലിന്റെ എല്ലാമാണ്. നമ്മളാരാ? നമ്മളാരാണെന്നറിയില്ല. എക്സ്ക്യൂസ് മീ സർ. യാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. ഹായ് ഡോക്ടർ, ഐ എം സുപ്രിയ. Oh, welcome, Supriya. Hi. This is Ravi Taragan, your colleague. Hi.
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി വർക്ക് ഡിവൈഡ് ചെയ്യാം, ഡ്യൂട്ടി ഷെയർ ചെയ്യാം. അതെങ്ങനെ വേണമെന്ന് യു ബോത്ത് ഡിസൈഡ്. പക്ഷെ പേഷ്യൻസ് സഫർ ചെയ്യരുത്. ദാറ്റ്സ് മൈ ഓൺലി കണ്ടീഷൻ. ഓ ജോജോ, കം ഓൺ ഇൻ. വേണ്ട സർ, താങ്ക് യു സർ. സർ, എന്റെ കല്യാണമാണ് അടുത്ത മാസം 14th. വാവ്, ഫാന്റാസ്റ്റിക്. ദിസ് ഇസ് ജോജോ, നമ്മുടെ ഹോസ്പിറ്റലിൽ റെഗുലറായി വരുന്ന ഒരേ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഇത് ഡോക്ടർ സുപ്രിയ. ഹായ്. ഹായ്. പ്രൊമോഷൻ ആയെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഉടനെ കഴുത്തി കുരുക്കു വീഴുവെന്ന്. വുഡ് ബി എന്താ ചെയ്യുന്നത്? ബാങ്ക് ടെസ്റ്റ് എഴുതി നിൽക്കുന്നു സർ. സാറും വരണം. ഓ ഷുവർ. താങ്ക് യു സർ. എനിക്കില്ല ഇൻവിറ്റേഷൻ. സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ലല്ല, എന്തായാലും വരണം. താങ്ക് യു. ഓക്കെ, ഞാൻ ഒപിയിലേക്ക് ചെല്ലട്ടെ. യു ഫിനിഷ് യുവർ കോഫി ആൻഡ് കം. ജോജോ, യു കം. ഓക്കെ, കം. ആ മൂന്നാമത്തെ കൈ എവിടെ പോയി? ഇൻവിജിലേറ്റേഴ്സ് പിന്നെ ആക്ഷൻ ഒന്നും എടുത്തില്ലേ? പിന്നെ എടുക്കാതെ 3 വർഷത്തേക്കാ ഡീബാർ ചെയ്തത്. പിന്നെ പ്രിൻസിപ്പൽ ഇടപെട്ടത് 1 വർഷമായി കുറച്ച് തന്നോണ്ട് രക്ഷപ്പെട്ടു. സുപ്രിയ, ഇത് വിവേക്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എടാ, ഡോക്ടർ സുപ്രിയ, മൈ ന്യൂ കലീഗ്. ഹായ്. നീ ഒന്ന് വന്നേ. എന്താടാ? നീ വാ. സോറി സുപ്രിയ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്താ? നീ വാ, ഞാൻ പറയാം. ജിടാ, നീ കാര്യം പറയടാ. നോക്ക്, മിനിഞ്ഞാന്നായിരുന്നു എൻഗേജ്മെന്റ്. ഒരു സഡൻ ഡിസിഷൻ ആയിരുന്നു. എത്ര പ്രാവശ്യം വിളിച്ചു, കിട്ടണ്ടേ? അടുത്ത മാസം 10 നിക്കാഹ്. നമുക്കിനി ഒരേ ഒരു ഓപ്ഷൻ രജിസ്റ്റർ മാരേജാ. പക്ഷേ അതിന് ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ അടുത്ത മാസം 6-ാം തീയതി നിങ്ങളുടെ രജിസ്റ്റർ മാരേജിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് രാവിലെ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് നീതു സൈനുവുമായി അവിടെ എത്തും. നീ കൃത്യം 10 മണിക്ക് രജിസ്റ്റർ ഓഫീസിലെത്തണം. അന്നത് നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എടാ, ഞാൻ അപ്പയോട് കാര്യം പറഞ്ഞാലോ? അപ്പ സൈനുവിന്റെ വാപ്പയോട് സംസാരിച്ചാൽ ചിലപ്പോ. അത് നിന്റെ ഇഷ്ടം. പക്ഷെ നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ രജിസ്റ്റർ മാരേജ് എന്നുള്ള ഈ ഓപ്ഷനും പിന്നെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഉടനെ തിരികെ പോകണം. കോളേജിലേക്ക് എന്ന് പറഞ്ഞാൽ സൈനു ഇറങ്ങിയത്. ഇനി ഡിലേ ചെയ്യണ്ട, എറണാകുളം വരെ എത്താനുള്ളതല്ലേ? വേഗം വാ. പിടിക്ക് പതുക്കെ. സൂക്ഷിച്ചു. അങ്ങോട്ട് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങളത് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ഐ എം ഹിസ് മദർ. രവി, ജോജോ. It's a simple surgery. He'll be all right. വേണ്ട ഡോക്ടർ, ആദ്യം ചെന്ന ഹോസ്പിറ്റലും ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് നേഴ്സിംഗ് കെയർ മാത്രം മതി. ദൈവം അവനെ സുഖപ്പെടുത്തും. ഐ എം എ ഫേം ബിലീവർ. ശരിയാണ്, പക്ഷെ നമ്മളും കൂടി സഹായിക്കണ്ടേ ദൈവത്തെ? ഡോക്ടർ സാമുവൽ, നിങ്ങളുടെ സയൻസിനെ ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, 2 ദിവസത്തിനകം അവൻ എഴുന്നേറ്റ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ജോജോയെ എനിക്ക് നന്നായി അറിയാം.
എനിക്കറിയാം, അവൻ ഡോക്ടർ സാമുവലിനെ പറ്റി ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബട്ട് ഓൺലി ഫോർ നഴ്സിംഗ് കെയർ. ശരി, ആസ് യു വിഷ്. താങ്ക് യു ഡോക്ടർ. നിങ്ങളെന്ത് പറയുന്നു? ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ? ഇറ്റ്സ് എ ഷോർട്ട് സർജറി. വേണ്ട സാർ, അവരുടെ സമ്മതമില്ലാതെ ഓപ്പറേറ്റ് ചെയ്യരുത്. തരകൻ, എന്റെ അഭിപ്രായം തന്നെയാണ് സർ. അവർക്ക് വേണ്ടെങ്കിൽ വൈ ഷുഡ് വി ബോദർ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ജോലിയിൽ മിടുക്കൻ, നല്ല കരിയർ പ്രോസ്പെക്ട്സ്, അടുത്ത മാസം മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ജീവിക്കാൻ ഇനി ഒരുപാട് വർഷങ്ങൾ ബാക്കിയുണ്ട്. ഷുഡ് വി ലീവ് ഹിം ടു ഡൈ? ഷുഡ് വി? ജീവിക്കാൻ ഇനി ഒരുപാട് വർഷങ്ങളുണ്ടെന്ന് സാറ് പറയുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ സർ. ഹു സെഡ്? ചില സമയങ്ങളിൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ബിക്കോസ് വി ആർ ഡോക്ടേഴ്സ്. ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അല്ല പ്രയാസം, ഡിസിഷൻസ് എടുക്കാനാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് ഒരു പേഷ്യന്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കും. ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. ഞാൻ അവസാനമായി ചോദിക്കട്ടെ, നമ്മൾ ജോജോയെ ഓപ്പറേറ്റ് ചെയ്യുന്നോ ഇല്ലയോ? ഓക്കെ, ലെറ്റ്സ് ലീവ് ഹിം അലോൺ. ജോജോയുടെ അമ്മ പറഞ്ഞ പോലെ 2 ദിവസത്തിനകം അവൻ എഴുന്നേറ്റ് സംസാരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. രവി, ലുക്ക് അറ്റ് ദ പോസിറ്റീവ് സൈഡ്. രജിസ്റ്റർ മാരേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടല്ലോ. അതിന് സമയമുണ്ട്. ഈ ഹോസ്പിറ്റലിൽ വന്നേ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാവുന്നു. ആകെ ഒരു സുഖക്കുറവ്, എന്താ അറിയില്ല. ബേസിക്കലി ഇതൊരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം. ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ മിസ് ചെയ്തേനെ. സൈനുവിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഹണിമൂൺ എവിടെയാന്ന് മാത്രം തീരുമാനിച്ചാ മതി. പിന്നെ ഒരു തമാശ കേൾക്കണോ? ഞാൻ ഓവർഹിയർ ചെയ്തതാ. നമ്മുടെ തോമാച്ചനൊരു പേഷ്യന്റിനോട് പറയാ, ഈ ഡോക്ടേഴ്സിന് ഇടുന്ന സാമ്പിൾ മരുന്നൊക്കെ ആദ്യം അവര് തിന്നു നോക്കും, എന്നിട്ടേ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല മിസ്റ്റ് കാണും, സൂക്ഷിക്കണം. ഷുവർ. താങ്ക് യു ചന്ദ്രൻ, താങ്ക് യു. ഞാനാണ് അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്. സാറിനൊരു ആവശ്യം വന്നപ്പോൾ എന്നെ വിളിച്ചല്ലോ. ഓ നെവർ മൈൻഡ്, ഐ വിൽ ബി ഇൻ ടച്ച്. ഓക്കെ സാർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ബൈ. എത്ര ബീഡിയാവും ഒരു ദിവസം? 2 കെട്ട് ബീഡി. ഇനി തൊട്ടുപോകരുത്. ഇനി അഥവാ ബീഡി വലിക്കണം തോന്നുമ്പോ ആ സമയത്ത് 3-5 കുരുമുളക് എടുത്ത് വായിലിട്ട് ചവച്ചാ മതി. ഇങ്ങനെ 10-15 ദിവസം ചെയ്യുമ്പോ ബീഡി വലിട്ട് നിൽക്കയില്ല. അൾസർ ആണെങ്കിൽ വരെയും ചെയ്യും. സാറിന് 2 രോഗത്തിൽ ചികിത്സിക്കല്ല. ATT തുടങ്ങാം. ഓക്കെ സർ. 6 മാസം ഗുളിക കഴിക്കണം, അസുഖം മാറിക്കോളൂ. എന്താണ് പ്രൊഫസർമാർ 2 പേര് ഭയങ്കര സീരിയസ്? ഒന്നുമില്ല സർ. പോവാം, 10 മണിക്കാ. ഇന്ന് കുറച്ചു നേരം ഹോസ്പിറ്റലിന്റെ ഫുൾ ചാർജ് നിങ്ങൾക്ക് 2 പേർക്കും ആയിരിക്കും. എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഓക്കെ സർ. എന്താ തരകൻ, ഇറ്റ്സ് ഓക്കെ ഫോർ യു? ഓക്കെ സർ. 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടാനാ സാധ്യത. സാറിന് പൈസ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി പറഞ്ഞാൽ മതി, നമുക്ക് ആളുണ്ട്. യു ക്യാരി ഓൺ. സർ. ആ ചെക്കന്റെ കാര്യത്തിനാണ്. ഡോക്ടർ സാമുവൽ. സാമുവൽ സർ ഒരു സ്ഥലം വരെ പോയിരിക്കുക. എന്താ? പ്ലീസ് കം, പ്ലീസ്.
എന്ത് പറ്റി? ഞാൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? 2 ദിവസം. 2 ദിവസത്തിനുള്ളിൽ ജോജോ സംസാരിക്കുന്നില്ലേ? എന്നാൽ ഇതാ അവൻ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു, വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ്. സാമുൽ സർ ഇവിടെ ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ജോജോ? ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ സയൻസിനൊരു പരിധിയുണ്ട്. ഹീ ഡസന്റ്. പ്രൈസ് ദി ലോർഡ്. സാറിനെ നോക്കുന്നേ, കാഞ്ചീപുരം പ്രിന്റഡ് സിൽക്ക് പൊച്ചമ്പള്ളി. പോച്ചമ്പള്ളിയോ? അങ്ങനൊരു സാരി ഉണ്ടോ? പ്രിന്റഡ് സിൽക്ക് എടുത്താൽ മതി. സുപ്രിയ തന്നെ സെലക്ട് ചെയ്യും. എനിക്ക് ഈ പരിപാടി അത്രയ്ക്ക് വശമില്ല. ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. എന്തായാലും എന്റെ ഗിഫ്റ്റ് ആണല്ലോ. രവി, ഡോക്ടർ സാമുവലിനോട് പറഞ്ഞോ രജിസ്റ്റർ മാരേജിന്റെ കാര്യം? ഓ ഇല്ല, സത്യം പറഞ്ഞ പേടിയാ. അയാളോട് പറഞ്ഞ അപ്പ തന്നെ അങ്ങേരത് സൈനുവിന്റെ പേരൻസിനെ വിളിച്ച് പറയും. അതോടുകൂടി മുഴുവൻ പ്ലാനും കുളമാവും. രവിക്ക് തോന്നുന്നുണ്ടോ സാമുവൽ സാർ അങ്ങനെ ചെയ്യുന്ന? എന്താ സംശയം? ആ റെഡ് ഒന്ന് എടുക്കോ? ബാബുജി, സുപ്രിയ ഒരു മിനിറ്റ്. ബാബുജി, ബാബുജി എന്താ ഇവിടെ? ഞാൻ അനസ്തേഷ്യക്ക് സേലത്ത് ജോയിൻ ചെയ്തില്ലേ, വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാ. ഓ ചെത്താണല്ലോ. കണ്ടിട്ട് പറ. അപ്പൊ അടുത്ത മാസം ഞാൻ വരും, നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. ഓക്കെ കേട്ടാ. കൂടെ ആളുണ്ട്. ഓക്കെ രവി, ഞാൻ പറഞ്ഞില്ലേ അന്ന് ജോജോ അഡ്മിറ്റ് ആയ ദിവസം ഒരാൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു, ഒരു സ്ട്രേഞ്ചർ. അതെ, അന്ന് രാത്രി ആ കാറാ ഞാൻ കണ്ടത്. സുപ്രിയ, ഇതുപോലെ 1000 കാറുകൾ ഉണ്ടാവില്ലേ? ബാബുജിക്ക് എന്താ നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യം? നോ രവി, ഐ എം ഷുവർ ഈ കാർ തന്നെയാ കണ്ടത്. എന്നാ പിന്നെ സംശയം തീർത്ത് കളയാം. ബാബുജി, ഒരു മിനിറ്റ്. എന്താടാ? ബാബുജി അടുത്തെങ്ങാനും ഇവിടെ അടുത്ത് റിഡംഷൻ ഹോസ്പിറ്റൽ വന്നിരുന്നോ? സംഗതി സീക്രട്ടാ. അവിടെ ഒരു മെഡിക്കൽ റെപ്പിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഒരു ഹെഡ് ഇഞ്ചുറി. അയാളുടെ അമ്മ ഒരു പ്രാർത്ഥന ലൈനാ, ട്രീറ്റ്മെന്റും സർജറി ഒന്നും വേണ്ടാന്ന്. സർജറി അല്ലാതെ അയാളെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ആരും അറിയാതെ സർജറി ചെയ്യാൻ സാമുൽ സാർ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ OT കൊണ്ടുപോയി നല്ല ഒന്നാന്തര ഓപ്പറേഷൻ ചെയ്തു, ബർ ഹോൾ ആസ്പിറേഷൻ. അതിന് ബാബുജി എന്തിനാ അവിടെ വന്ന? ഞാൻ എന്റെ പ്രൊഫസറെ കൊണ്ടുവന്ന അനസ്തേഷ്യ കൊടുക്കാൻ. എന്റെ പ്രൊഫസറും സാമുൽ സാറും ക്ലോസ് ഫ്രണ്ട്സാ. ഞാനൊരു സഹായത്തിന് കൂടെ വന്നേ ഉള്ളൂ. ഈ സാമുൽ സാറുണ്ടല്ലോ, ആളൊരു വേന്ദ്രൻ തന്നെയാ. ഇയാള് ഈ പേഷ്യന്റിന് പകരം അയാളുടെ ഒരു സിൽബന്തി ഉണ്ടല്ലോ, തോമാച്ചനോ വർക്കിച്ചനോ, അയാളെ തല മുഴുവൻ ഡ്രസ് ചെയ്ത് ഐസിയു കൊണ്ട് കിടത്തി അമ്മയുടെ കണ്ണി പൊടിയിടാനായിട്ട്. അയ്യോ അളിയാ, ഞാൻ വിടുക. ഇന്ന് രാത്രി തന്നെ സേലത്ത് എത്തണം, വെക്കേഷൻ തീരാറായി. ഓക്കെ ശരി. ഡോക്ടർ സാമുവൽ, he is a rascal. മുത്തുലക്ഷ്മി, ഞാനേ ആദ്യം തന്നെ അവരോട് പറഞ്ഞാണ് നിങ്ങൾ വിവരം ഒന്നും അറിയിക്കേണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ലാന്ന്. ഇതൊരുമാതിരി മറ്റേടത്ത നല്ല വരുമാനമുള്ള ഒരു സീനിയർ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രി വെറും ഒരു മണി മേക്കിംഗ് സെന്ററായി താഴ്ന്നപ്പോ അദ്ദേഹം അവിടുന്ന് മാറി പൂട്ടിക്കിടന്ന ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യ നഗരജീവിതവും അവിടുത്തെ സമ്പന്നതയും വിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. അവര് മകനുമായി അവിടെ തന്നെ താമസിച്ചു. ഇവനെന്താ ഇങ്ങനെ? അച്ഛനെ പറ്റി നല്ല കാര്യങ്ങളൊന്നും അമ്മ അവനോട് പറഞ്ഞിട്ടില്ല. നിയന്ത്രിക്കാൻ ആളില്ലാത്ത നഗരജീവിതവും ചീത്ത കൂട്ടുകെട്ടും അവനെ വഷളാക്കി. ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലായ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സാമുവൽ സാർ പോയിരുന്നു. പക്ഷേ പണം ശരിയായില്ല.
14 ദിവസം റിമാൻഡിലായിരുന്നു എന്റെ ദേഷ്യം. അതാണ് അവിടെ കണ്ടത്. സാമുവൽ സാറിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ മകൻ രാഹുൽ. Rahul, I hate to say this. Sir, Taragan. Taragan. ഹലോ, മണവാളം പുറപ്പെട്ടില്ലേ? ഇനി ലേറ്റ് ആക്കണ്ട രവി. യു ലീവ്. ഒരു 4 മണിക്കൂർ ഡ്രൈവല്ലേ ഉള്ളൂ. വെറുതെ നേരത്തെ ചെന്ന് സൈനുവിന്റെ വാപ്പയുടെയോ ബ്രദേഴ്സിന്റെയോ മുന്നിൽ പോയി പെടണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ ഇവിടെ കണ്ടാലേ അവർക്ക് സംശയം തോന്നും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രവി. താങ്ക്സ്. ഐ റിയലി വിഷ് യു വർ ദേർ. ഐ ആം ദേർ. ഏതൊരു കേസ് വന്നിട്ട് ഞാൻ ചെല്ലട്ടെ. കഴിച്ച സാധനത്തിന്റെ കുപ്പിയോ കണ്ടെയ്നറോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, പക്ഷെ കീടനാശിനിയാ ഉറപ്പാ. സ്റ്റാർട്ട് IV ലൈൻ ആൻഡ് സ്റ്റൊമക്ക് വാഷ്. ഓക്കെ? യെസ് ഡോക്ടർ. സിസ്റ്റർ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. സുപ്രിയ, എന്താ? പോയ്സണിംഗ്. ഓപ്പിയാണെന്ന് തോന്നുന്നു. സിസ്റ്റർ, സ്റ്റാർട്ട് സ്റ്റൊമക്ക് വാഷ്. ഡോക്ടർ രവി, യു ക്യാരി ഓൺ. ഐ മാനേജ്. സാമുവൽ സാർ ഇപ്പൊ തന്നെ വരും. രവിനെ കണ്ട ആവശ്യമില്ല. വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ? അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെന്റ് ഇപ്പൊ കൊടുക്കണം. മെഡിക്കൽ കോളേജിലെത്താൻ സമയമെടുക്കും. സിസ്റ്റർ, give 2 ampule antropin IV. യെസ് ഡോക്ടർ. സുപ്രിയ, ഷീസ് ഡീസാച്ചുറേറ്റിംഗ്. ഇൻറ്റ്യൂബേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻറ്റ്യൂബേറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കോ ഫാസ്റ്റ്. ഓക്കെ ഡോക്ടർ. വായിലൂടെ ഒരു ട്യൂബ് ഇടണം, ശ്വാസം കൊടുക്കാൻ. എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയാ മതി. രവി, യു ഗോ. ഇനി ലേറ്റ് ആക്കണ്ട. ആ കുട്ടിയൊന്ന് സ്റ്റേബിൾ ആകട്ടെ, എന്നിട്ടിറങ്ങാം. വണക്കം ഡോക്ടർ. സാർ, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. OP പോയ്സണിംഗ്. How is she? സ്റ്റൊമക് വാഷ് ചെയ്തു സർ. ആൻഡ് ടിൽ നൗ 6 ampules atropine കൊടുത്തു. പിന്നെ ഡീസാച്ചുറേറ്റ് ചെയ്തതുകൊണ്ട് വി ഇൻറ്റ്യൂബേറ്റഡ് ഹർ. നൗ ഷീസ് ബെറ്റർ. അത്യാവശ്യം വേണ്ടതൊക്കെ ഡോക്ടർ സുപ്രിയയും ഡോക്ടർ രവിയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം. ശരി, ഞങ്ങളുടെ 2 നഴ്സസ് കൂടെ വരും. ഷീ വിൽ ബി ഓൾറൈറ്റ്. ശരി ഡോക്ടർ. കേട്ടോ, ഡു വാട്ട്സ് നെസസറി. ഓക്കെ സർ. ഗുഡ്. സർ, സർ, നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ചിട്ട് രവിയുടെയും സൈനുടെയും രജിസ്റ്റർ മാരേജ് ആണ്. ഞാൻ രവിയോട് പറഞ്ഞതാ പോവാൻ. പക്ഷെ ഈ പേഷ്യന്റ് വന്നോണ്ട് രവിയുടെ ഹെൽഡപ്പായി പോയതാ. Taragan? Sir? What's wrong with you? Stupid fellow. It's already 3 in the morning. വേഗം പുറപ്പെടാൻ നോക്ക്.
നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഫ്രീ ആയി കിടക്കുന്ന ആ പഴയ ക്വാർട്ടേഴ്സ് ഞാൻ ശരി. വേണ്ട സർ. Are you sure? Yeah. Okay, all the best. Take care. ചേട്ടാ, എന്താ ബ്ലോക്ക്? പെട്ടെന്നുള്ള പോലീസ് ചെക്കിങ്ങാ. 100-300 വണ്ടികളുണ്ട്. നേരം വെളുക്കും. പോട്ടെ പോട്ടെ. ആ വാ വാ. ഇവനൊക്കെ ആരാ? ഓ സാറായിരുന്നു. എനിക്കൊന്ന് പെട്ടെന്ന് പോണം. അത്യാവശ്യമായിട്ട് എറണാകുളത്ത് എത്താനുള്ളതാ. സാറ് വാ. ആ പെട്ടെന്ന് നോക്ക്. ഒന്ന് ശരിക്കും ചെക്ക് ചെയ്ത ഉള്ളില്. സാറേ, ഇദ്ദേഹം സാമുൽ സാറിന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. എന്നെ ഒന്ന് പെട്ടെന്ന് പോകാൻ അനുവദിച്ച വലിയ ഉപകാരമായിരുന്നു. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് വിടണമെന്നാണ് ഓർഡർ. സാരമില്ല, സാറ് പോയിക്കോ. താങ്ക് യു സർ. ഇയാളെന്താ ഇവിടെ? സാമുൽ സാറിന്റെ കൂടെയുള്ള ഡോക്ടറാ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ. ഇയാളുടെ വണ്ടിയൊക്കെ ചെയ്തോ? ഇല്ല സർ. എന്താ ഇയാളുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത? സർ, എനിക്ക് അത്യാവശ്യമായിട്ട് രാവിലെ എറണാകുളത്ത് എത്തണം. ദയവ് ചെയ്ത് എന്റെ വണ്ടി ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം. ഇനി വന്നേ. ഈ കിടക്കുന്ന ഓരോരുത്തരും അത്യാവശ്യ കാര്യത്തിനായിട്ട് പലയിടത്തേക്കും പോകുന്നവരാണ്. പിന്നെ നിങ്ങളുടെ വണ്ടി വേണമെങ്കിൽ എനിക്ക് കടത്തി വിടാം. ഇയാൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നേരെ റിവേഴ്സ് എടുത്ത് ഏറ്റവും പുറകെ കൊണ്ടിടും. നമുക്ക് പതുക്കെ പോവാന്നേ. സർ, നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് എന്റെ രജിസ്റ്റർ മാരേജ് ആണ്. ഞാൻ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല സർ. ഓഹോ, അപ്പോ എന്തോ തരികിട സെറ്റപ്പുള്ള കല്യാണാണല്ലേ? ഇപ്പൊ സാറ് കേറിയാട്ടെ. സർ, നേരെ ബാക്കി പോടാ. സർ പ്ലീസ്. നീ കൊടുത്ത പരാതിയിൽ 6 മാസമായിരുന്നു എന്റെ സസ്പെൻഷൻ. 6 മാസം എനിക്ക് എങ്ങനെയായിരുന്നു 4 മണിക്കൂർ കൊണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ ഡോക്ടറെ, ഇപ്പൊ ഞാൻ ചെയ്ത ഈ കാര്യത്തിന്റെ പേരിൽ നീ വല്ലയിടത്തും കംപ്ലൈന്റ് ആയി പോയാൽ ഒരു കാര്യമില്ല, ഞാനൊരു കേസ് അങ്ങ് ചാർജ് ചെയ്തിടാൻ പോവുക. ഒരു ബലത്തിന് ട്രാഫിക് റൂൾ വയലേഷൻ. ബാക്കി പോടാ പോടാ. ഇവനിത് എവിടെ പോയി? 100 തവണ പറഞ്ഞതാ. മണി 10:30. ഒരു ചായ. രവി,
ജോബി റിഡംഷൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. നേരത്തെ വിളിച്ചതാ, ലൈൻ കിട്ടുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യടാ. ഹലോ, റിഡംഷൻ ഹോസ്പിറ്റൽ. എടാ, അവൻ അവിടെ വെളുപ്പിന് 3 മണിക്ക് പുറപ്പെട്ടതാണെന്ന്. 3, 4, 5, 6, 7 മാക്സിമം 8 മണി. അതിനപ്പുറം പോവില്ല. ഇതുവൻ എവിടെ പോയി കിടക്കുക? ഡോക്ടർ, ഒരു എമർജൻസി കേസ്. എന്താ? വല്ലാത്ത വലിവ സാറേ, ഇത്രയും കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഒന്ന് നോക്കണം പ്ലീസ്. കൈയെടുക്കണം. കരയാതെ. ഉടനെ പോയി നമ്മൾ സാർ, എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ എന്റെ മോള്. ഈ പേഷ്യന്റിനെ ഞാൻ ചികിത്സിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ആ ഒരു മോളുള്ളൂ. സാറേ, സാറേ കുട്ടിയെ നോക്കുന്നുണ്ടോ? അത് ചോദിക്കാൻ താൻ ഇവിടുത്തെ ആരാടോ? ഡോക്ടർ പ്ലീസ്. പറ്റില്ല. അസ്ഥലിൻ നെബുലൈസേഷൻ കൊടുക്കവേ. എന്നോട് ക്ഷമിക്കണം സാറേ, ഞങ്ങൾക്ക് അവളല്ലാതെ ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ നോക്കില്ല. ഡോക്ടർ, അടുത്ത ഹോസ്പിറ്റൽ ഇവിടുന്ന് 30 കിലോമീറ്റർ അകലെയാണ്. അതുവരെ ഈ കുട്ടി എത്തില്ല. എന്നോട് ക്ഷമിക്കണം സാറ്, എന്റെ മോളെ രക്ഷിക്കണം. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാൻ സാറ്, എന്റെ മോളെ രക്ഷിക്കണം. രക്ഷിക്കണം സാറേ, എന്റെ മോളെ രക്ഷിക്കണം സാറേ. ഇവള് മാത്രമേ ഉള്ളൂ. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം സാറേ. ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും സാറേ. Sir, Astelin nebulization കൊടുത്ത് half an hour. You repeat it. Okay, sir. 100 milligrams hydrocortisone IV quickly. Yes, sir. Yes, doctor. ഡോക്ടർ മോൾക്കിപ്പോ She's better.
ഡോണ്ട് വറി, ഷീൽ ബി ഓൾ റൈറ്റ്. നാളെ വാർഡിലേക്ക് മാറ്റാം. ഷീസ് ഫൈൻ. ഓക്കെ സർ. യു ബി ഹിയർ. പേടിക്കണ്ട. എന്റെ മെഡിക്കൽ കരിയർ അങ്ങ് വേണ്ടെന്ന് വെക്കും ഞാൻ. ഇതിലും ഭേദം അൺഎംപ്ലോയ്ഡ് ആയിട്ട് ഇരിക്കുന്ന. യു സോ ഹി സ്ലാപ്പ് മീ. ആരുടെ സ്ലേവ് ആയിട്ട് വർക്ക് ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? ആര്? വിവേക്. രവി എന്ത് എക്സ്ക്യൂസ് വേണമെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് രവിയുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് കുറ്റപ്പെടുത്തിക്കോളൂ. ബട്ട് ഐ ഫേർമലി ബിലീവ് ഡോക്ടർ സാമുവൽ ചെയ്തത് ശരിയാണെന്ന്. എന്ത്? ആ കുട്ടിയെ ചികിത്സിച്ചോ? അത് മാത്രമല്ല, രവിയുടെ മുഖത്ത് അടിച്ചതും സാമുവൽ സർ അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയാണത്. അപ്പൊ ഞാൻ അനുഭവിച്ചത് ഒന്നും അല്ലെന്നാണോ? അതിന് ആ കുട്ടി എന്ത് പിഴച്ചു? ആ കുട്ടി അയാളുടെ മകളായി പോയി, അത് തന്നെ. രവിയോട് തർക്കി ചെയ്യിക്കാൻ ഞാൻ ആളല്ല. ആൻഡ് ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് കരുതാൻ വേണ്ട. സുപ്രിയ, ഞാൻ നിന്നെ ഞങ്ങൾ എടുത്തോളാം. ഇനി കാത്തുനിന്ന കുഴപ്പമാവും. വിവേക് വരുമ്പോ എന്റെ ബാക്കിയുള്ള ലഗേജ് അവനെ ഏൽപ്പിച്ചേക്കും. രവി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഡോക്ടറെ പിരിച്ചുവിടുക. ആശുപത്രി അധികൃതർ നീതി പാലിക്കുക. ഡോക്ടറെ പിരിച്ചുവിടുക. രവി തരകനെ അറസ്റ്റ് ചെയ്യുക. രവി തരക മൂരാച്ചി. രവി ഇപ്പൊ പോകണ്ട. എങ്ങോട്ടാ? നീ ആരാണെന്ന് നിന്റെ വിചാരം? സീരിയസ് ആയ ഒരു രോഗിയെ കൊണ്ടുവന്ന നീ നോക്കില്ലല്ലടാ. മാറ്. എങ്ങോട്ടാ പോണേ നീ? കൈ വെക്കുന്നോടാ. എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ കാരണം സാർ ഒരു ഹൗസ് വിസിറ്റ് പോയിരിക്കാം. വരാൻ വൈകി. നിങ്ങൾ ശരി മാഡം. പിടിച്ചു മാറ്റം. രവി സാർ, യാതൊരു പ്രൊവക്കേഷൻ ഇല്ലാതെ ഇവര്. പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങണം ഡോക്ടർ. ബുധനാഴ്ച കളക്ടറേറ്റ് ഹാജരാവണം. മെഡിക്കൽ നെഗ്ലിജൻസാ കേസ്. നീ ബോൾഡ് ആയിട്ട് തന്നെ നിൽക്കണം. അവര് നിന്നെ പേടിപ്പിക്കാൻ നോക്കും, നിന്റെ കോൺഫിഡൻസ് കളയാൻ നോക്കും. നീ അതിലൊന്നും വീഴരുത്. പിന്നെ വേണ്ടി വന്നാ നീ ഒരു കള്ളം പറയണം. നീ അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നോ മറ്റോ? ഹേയ്, ഡ്യൂട്ടി എനിക്കായിരുന്നു പറഞ്ഞോളൂ രവി. എനിക്കൊരു എമർജൻസി ഹൗസ് വിസിറ്റ് ഉണ്ടായി. അതൊന്നും നടക്കില്ല സുപ്രിയ. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആണ്. അതല്ലാതെ കളക്ടറും ഡിഎംഒ ഒക്കെ ഇതിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇൻവോൾവ് ആയി? അവര് ഹിയറിംഗിന് സാമുവലിനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നതിനേക്കാൾ അവരങ്ങേര് പറയുന്നതല്ലേ വിശ്വസിക്കൂ. ഡോക്ടർ സാമുവൽ കള്ളം പറയില്ലല്ലോ.
സീരിയസ് ആയി കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണെന്ന് അറിയില്ലേ? ആൻസർ മീ. അറിയാം. പിന്നെ എന്തുകൊണ്ട് ഗൗരി എന്ന കൊച്ചുകുട്ടിയെ നോക്കിയില്ല? MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോ ഡോക്ടർ എടുത്ത ഹിപ്പോക്രാറ്റിക് ഓത്ത് മറന്നുപോയോ? മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിലാണ് ഡോക്ടർക്കെതിരെ ആ കുട്ടിയുടെ അച്ഛൻ എനിക്ക് പരാതി എഴുതുന്നത്. ഇവരുടെ അന്വേഷണത്തിൽ അതിലല്പം സത്യമുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഡോക്ടറെ വിളിപ്പിച്ചത്. ഇതുപോലെ നിങ്ങൾ മിണ്ടാതിരിക്കാനാണെങ്കിൽ വി ആർ ഓൾസോ ബിസി പീപ്പിൾ. ഡോക്ടർ രവി, ഞങ്ങൾ ഇവിടുന്ന് ഫോർവേഡ് ചെയ്യുന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മെഡിക്കൽ കൗൺസിലിന് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാം. മെഡിക്കൽ കൗൺസിലിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ കഴിയും, അതറിയാലോ. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നിങ്ങൾ ഡോക്ടർ അല്ലാതാവും. May I come in? പ്ലീസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സാമുൽ. Sorry I'm late. വഴി വല്ലാത്ത ട്രാഫിക്. It was very heavy. ഡോക്ടർ രവി, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ സാമുൽ, അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഡോക്ടർ രവി ഒന്ന് സംസാരിക്കില്ലെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് സാറ് പറയുന്നത് ഞങ്ങൾക്ക് കേട്ടാൽ മതി. ദെൻ വി വിൽ പ്രൊസീഡ്. അന്ന് രാത്രി ഡോക്ടർ രവി തരകനല്ല, ഞാനായിരുന്നു ഡ്യൂട്ടി ചെയ്തത്. എനിക്കൊരു അർജന്റ് ഹൗസ് വിസിറ്റിന് പോകേണ്ടി വന്നു. അതിനിടയ്ക്കാണ് ഗൗരിയെ കൊണ്ടുവന്ന്. അങ്ങനെയല്ലല്ലോ ഡോക്ടർ, ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇത് നിങ്ങളുടെ ഈ മാസത്തെ ഡ്യൂട്ടി റോസ്റ്ററാണ്. ഇതിൽ ഡോക്ടർ രവിയുടെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലും വേണ്ടി വന്നാൽ റോസ്റ്റർ മോഡിഫൈ ചെയ്യാറുണ്ട്. അത് ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഡോക്ടർ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ മെഡിക്കൽ നെഗ്ലിജൻസിനല്ലേ ഡോക്ടർ തരകനെ അക്യൂസ് ചെയ്തിരിക്കുന്നത്? അതെ. എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസ്? ചികിത്സയിലെ തെറ്റുകൊണ്ട് രോഗിക്ക് സീരിയസ് കോംപ്ലിക്കേഷൻസോ മരണമോ സംഭവിക്കുന്നതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഗൗരി എന്ന കുട്ടി ഇപ്പോൾ സുഖമായിരിക്കുന്നു. ഇതിലെവിടെയാണ് മെഡിക്കൽ നെഗ്ലിജൻസ്? ഐ ഡോണ്ട് സീ ഇറ്റ്. ഐ ഡോണ്ട് സീ ഇറ്റ് അറ്റ് ഓൾ. വേർ ഇസ് ഇറ്റ്? അന്ന് രാത്രി ഡോക്ടർ രവി തരകന് ഒറ്റയ്ക്ക് ആ കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ആളെ വിട്ട് എന്നെ വിളിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഒരു സിഗ്നേച്ചർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കാം, അവനെ ഇല്ലാതാക്കാം. I testify for him. Dr. Ravi Tarakan is innocent. Thank you, sirs. Thank you, ma'am. Dr. Ravi, you please carry on. Sorry for the trouble. $5 ലക്ഷം കൊടുത്താൽ തീരില്ലേ നിന്റെ ഇവിടുത്തെ ജീവിതം? നാളെ തന്നെ ഇത് നമുക്ക് നിന്റെ പ്രിൻസിപ്പലിനെ കൊടുക്കണം. മക്കൾ വളരണമെന്നും ജീവിതം പഠിക്കണമെന്നും ഏതൊരച്ഛനും ആഗ്രഹിക്കും. പക്ഷെ നീ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഒന്നോർത്ത
ഞാനാണ് ഇതിന്റെ എല്ലാം കാരണം. നീ എന്നോട് ക്ഷമിക്കണം. പണ്ടൊരിക്കൽ അപ്പ എന്നോട് പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമെന്ന്. അതെന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി അപ്പ. അതിന്റെ 100 ഇരട്ടി കൊടുത്താലും പഠിക്കാൻ പറ്റാത്തതാ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് മൈ സൺ. ഡൽഹിയിലേക്കും അത് കഴിഞ്ഞ് UK രവി ഹയർ സ്റ്റഡീസിനായി പോയി. സൈനുവിന്റെ ഓർമ്മകളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് യാത്രകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുനാളെ ഞങ്ങൾ റെഗുലറായിട്ട് കോണ്ടാക്ട് വെച്ചിരുന്നു. പിന്നെ ലൈഫിലൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ അതും കുറഞ്ഞു. ഈസ് സ്റ്റിൽ എ ബാച്ചുലർ? അച്ഛൻ അറിയില്ലായിരുന്നു രവിയെ? എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമാണ്. നീ അയാളെപ്പറ്റി പറഞ്ഞതെല്ലാം കേൾക്കുന്നവരെ. പക്ഷെ ഇപ്പോ ഞാൻ അയാളെ റോങ് ആയി ജഡ്ജ് ചെയ്തു എന്നൊരു തോന്നൽ. അതിന് അങ്കിളിനെ കുറ്റം പറയാൻ പറ്റില്ല. അവനെന്നും അങ്ങനെയായിരുന്നു. ശരിയെന്ന് തോന്നുന്നത് ഇമ്പൾസീവായി അങ്ങ് ചെയ്യുക. അവന്റെ ഈ മിസ്സിങ്ങും അതുപോലെ എന്തോ ആണ്. ഇപ്പൊ എനിക്കറിയാം ഡോക്ടർ രവി അവിടെ ഉണ്ടായിരിക്കുമെന്ന്. സർ. സർ. യെസ്, ടെൽ മീ. സർ, ഐ തിങ്ക് വി ഗോട്ട് എ ബ്രേക്ക് ത്രൂ. ഡോക്ടർ രവി തരംഗന്റെ മൊബൈൽ ഫോൺ നമുക്ക് ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. അതിലെ കോൾ ഡീറ്റെയിൽസ് സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ ഇന്നലെ രാത്രി ഒരു ടാക്സി ഇവിടുന്ന് ഹയർ ചെയ്തിട്ടുണ്ട്. ആ ടാക്സി ഡ്രൈവർ മൊബൈൽ ഫോൺ എടുക്കുന്നില്ല. പക്ഷെ ടവർ ലൊക്കേഷൻ അനുസരിച്ച് ദ വെഹിക്കിൾ സ്റ്റിൽ സീംസ് ടു ബി മൂവിംഗ്. ആ ടാക്സി ഇവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ കിഴക്ക് ഭാഗത്ത് കേരള തമിഴ്നാട് ബോർഡറിൽ എവിടെയാണ് ഇപ്പൊ കാർ. അവിടുത്തെ സ്റ്റേഷൻസിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ മാറ്റർ ഓഫ് മിനിറ്റ്സ്. യെസ് സർ. പിന്നെ വിളിക്കാൻ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞു. ഹലോ ഹലോ, ഡോക്ടർ രവി തരകൻ. ഡോക്ടർ, ഞാൻ സിസ്റ്റർ ലൂസിയാണ്. ഡോക്ടർ സാമുവേൽ. ഞാൻ വരാം.
അൻസാറെ, എനിക്കൊരു ടാക്സി വേണം, വേഗം. ഞാൻ ചെയ്തത് ശരിയാണോ ഡോക്ടർ? ആൾക്കാർ മീഡിയയും പലതും പറയും. പക്ഷേ അവർക്കാർക്കും അറിയാത്ത, ഞാൻ പോലും അറിയാത്ത എന്തോ ഒരു കാരണം തരകൻ ചെയ്ത ആ സർജറിക്ക് പിന്നിലില്ലേ? തരകന് മാത്രം അറിയാവുന്ന എന്തോ ഒരു കാരണം. യു വിൽ കം ഔട്ട് ഓഫ് ദിസ്. ധൈര്യമായിട്ട് തിരിച്ചു പോയിക്കോളൂ. Doctor? Yeah. മരിക്കുന്നതിന് അല്പം മുമ്പ് വരെ ഡാഡി ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു. ഡോക്ടറെ കുറിച്ച് അപ്പോഴും അന്വേഷിച്ചത്. രാഹുൽ, ഡോക്ടർ രവി തരകനെ നേരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ എത്തിയാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ നാടിനെ ആകമാനം പിടിച്ചുകുലുക്കിയ, ഈ രാജ്യത്തെ തന്നെ ഉലച്ച ഒരു സംഭവം ഇതാ മറ്റൊരു വഴിത്തിരിവിലെത്തുന്നു. ഡോക്ടർ രവി തരകനിത എത്തിക്കഴിഞ്ഞു. ജനവികാരം അണപൊട്ടി ഒഴുകുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക്
ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിക്ക് സീരിയസ് ആണ്. ഓപ്പറേഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. സാറേ, ഓപ്പറേഷൻ ചെയ്ത എന്റെ മോള് രക്ഷപ്പെടും. അത് പറ സാറേ, ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. ചെയ്താൽ രക്ഷപ്പെടാൻ ഒരു 10% സാധ്യതയുണ്ട്. അപ്പൊ ബാക്കിയുള്ള 90% നീ വന്നേ. സോ പ്ലീസ് ലിസൺ ടു മീ. സജീവ്, ജസ്റ്റ് ടോക്ക് ടു ഹലോ സാർ, ദയവ് ചെയ്ത് എന്റെ മോളെ ഓപ്പറേഷൻ ചെയ്യണം. അവള് ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതാ സാറേ ഈ കഷ്ടപ്പാട്. ഇനി എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ സാറേ. എന്റെ കുട്ടി ശ്വാസമില്ലാതെ പെടയുന്നത് കാണാൻ എനിക്ക് വയ്യ സാറേ. അവള് മരിച്ചാലും വേണ്ടില്ല സാറേ, ഓപ്പറേഷൻ ചെയ്യണം. ദയവ് ചെയ്ത് എന്റെ ഭർത്താവ് അറിയരുത്, വേറെ ആരും അറിയരുത്. ഞാനീ പറഞ്ഞത്. നീ വരുന്നുണ്ടോ? കാര്യങ്ങൾ ഇത്രയ്ക്ക് കൈവിട്ടു പോയത് ഞാൻ അറിഞ്ഞില്ല സാറേ. ഡോക്ടർ രവിക്ക് ഒന്നും സംഭവിക്കരുത്. നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ പറയാൻ തയ്യാറാണോ? പറയാം സർ, എവിടെ വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ രവിക്കെതിരെ ആക്ഷൻ എടുക്കാൻ യാതൊരു സാധ്യതയില്ല, ലീഗലായും അല്ലാതെയും. സർജറി ചെയ്യാൻ ആവശ്യപ്പെട്ടത് കുട്ടിയുടെ അമ്മയാണ്. കുട്ടിയുടെ മേൽ ഏറ്റവും അധികാരമുള്ള ആളത് പറയുമ്പോൾ കൺസെന്റ് ഫോം ഒപ്പിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ വാക്കുകളെ ആരും ചോദ്യം ചെയ്യില്ല. Harsha, I need a live telecast in the next possible slot. Please. Suraj, sound ready? Ready. We go live in 4 seconds. 4, 3, 2, 1, cue. ആ 2 വർഷങ്ങൾക്കിടയിൽ പലതവണ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായി ഇവിടുത്തെ കാറ്റിൻ്റെ സുഖവും മഞ്ഞിൻ്റെ കുളിർമയും എന്നെ അറിയുന്നു, എന്നോട് സംസാരിക്കുന്നു. എൻ്റെ കഥ തുടങ്ങുന്നതേ ഉള്ളൂ. വൺസ് അഗെയിൻ ഫ്രം റിഡംഷൻ ഹോസ്പിറ്റൽ. ദിസ് ഇസ് ദ പ്ലേസ് where Dr. Ravi Tharagan was born.